السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീൻ അനുസരിച്ച് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നതിലാണ് നമ്മുടെ എല്ലാ നന്മകൾക്കും നിലനിൽപ്പുള്ളത്. ഇസ്ലാം 5 നന്മകളെ, 5 പ്രയോജനപ്രദമായ കാര്യങ്ങളെ ഏറ്റവും മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്നു. ഈ 5 കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മഖാസിദു ശരീഅ അഥവാ ഈ ശരീഅത്തിൻ്റെ, ഈ ദീനിൻ്റെ മതസംഹിതയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഈ 5 കാര്യങ്ങളെന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ ദീൻ തന്നെയാണ്. അതുപോലെ മനുഷ്യൻ്റെ അഭിമാനം, അവൻ്റെ രക്തം, അവൻ്റെ സമ്പത്ത്, അവൻ്റെ ബുദ്ധി, ഇതാണ് ബാക്കി 4 കാര്യങ്ങൾ. ദീനും അഭിമാനവും രക്തവും സമ്പത്തും മനുഷ്യൻ്റെ ബുദ്ധിയും. നോക്കൂ, ഈ 5 കാര്യങ്ങളെ സംരക്ഷിക്കുന്ന, അതിനെ ഏറ്റവും പ്രയോജനപ്രദമായ രൂപത്തിൽ നിലനിർത്തുന്ന നിയമങ്ങളാണ് അള്ളാഹുവിൻ്റെ ദീനിലുള്ളത്. ഈ 5 കാര്യങ്ങൾക്ക് കോട്ടം വരുത്തുന്ന കാര്യങ്ങളെ ഒരിക്കലും ഈ ദീൻ അനുവദിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ 5 കാര്യങ്ങൾക്ക് പോറലേൽപ്പിക്കുന്നവർക്ക് ഇസ്ലാമിൽ ശിക്ഷയുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും വലിയ നന്മ ദീനാണ്. അതുകൊണ്ടാണ് ഈ ദീൻ സ്വീകരിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന മുർത്തദ്ദിന്, ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ശിക്ഷയുള്ളത് അതുകൊണ്ടാണ്. കാരണം അവനുണ്ടാക്കി വെക്കുന്ന ഫസാദ്, അവനുണ്ടാക്കി വെക്കുന്ന കുഴപ്പം ഏറ്റവും വലിയ കുഴപ്പമാണ്. അവൻ മറ്റുള്ളവരുടെ ദീൻ ആശയക്കുഴപ്പത്തിലാക്കി കളയുന്നു. അതുപോലെ നോക്കൂ, ആളുകളുടെ അഭിമാനം വ്രണപ്പെടുത്താൻ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുകയില്ല. അതുകൊണ്ടാണ് ഒരാൾ മറ്റാർക്കെങ്കിലും എതിരിൽ വ്യഭിചാരാരോപണം ഉന്നയിക്കുകയും അത് ആ പ്രവർത്തനം കൺകൊണ്ട് കണ്ട 4 സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അള്ളാഹു പറഞ്ഞു, ഫജിൽദൂഹും 80 ജൽദ, 80 അടി അവരെ അടിക്കുക. വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദ, പിന്നീട് ഒരിക്കലും അവരുടെ സാക്ഷ്യം സ്വീകരിക്കുക പോലും ചെയ്യാൻ പാടില്ല. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് ഫാസിഖുകൾ, അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകൾ എന്ന് റബ്ബ് പറഞ്ഞു. നോക്കൂ, അതുപോലെ ഈ ദീൻ സമ്പത്ത് സംരക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സമ്പത്തിനുമേൽ അതിക്രമം കാണിക്കുന്നവർക്ക് ഇസ്ലാമിൽ ശിക്ഷയുണ്ട്. അള്ളാഹു പറഞ്ഞു, വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലൻ മിനല്ലാഹ് വല്ലാഹു അസീസുൻ ഹകീം.
മോഷ്ടിച്ച പുരുഷൻ്റെയും സ്ത്രീയുടെയും കൈ നിങ്ങൾ ഛേദിക്കുക. നോക്കൂ, സമ്പത്തിനുമേൽ കടന്നു കയറിയാലുള്ള ശിക്ഷയാണ്. അതുപോലെ രക്തം ചിന്തിയാൽ ശിക്ഷയുണ്ട്, നമുക്കറിയാം. കൊലപാതകിക്ക് വധശിക്ഷയുണ്ട് ഇസ്ലാമിൽ. ഇനി നോക്കൂ, മനുഷ്യൻ്റെ ബുദ്ധി അതിനെ നശിപ്പിച്ച് കളയുന്ന മദ്യം അതുപയോഗിച്ചാൽ ഇസ്ലാമിക ഭരണകൂടത്തിൽ അവന് ശിക്ഷയുണ്ട്, അവന് അടിയുണ്ട് ശിക്ഷ. നോക്കൂ, 40 അടി അവന് ശിക്ഷയുണ്ട്. ഭരണാധികാരികൾക്ക് വേണമെങ്കിൽ ആ ശിക്ഷയുടെ തോത് അതിൽ മസ്ലഹത്ത് കാണുന്നുവെങ്കിൽ വർദ്ധിപ്പിക്കാൻ വരെ ഈ ദീനിൽ അവകാശമുണ്ട്. വിവരമുള്ള ആളുകൾ പറഞ്ഞത് കാണാം. നോക്കൂ, ബുദ്ധിയുള്ള ആളുകൾ പറഞ്ഞത് കാണാം. മനുഷ്യൻ തൻ്റെ ബുദ്ധി കൊണ്ട് തൻ്റെ രക്തവും അഭിമാനവും സമ്പത്തും ദീനുമെല്ലാം സംരക്ഷിക്കണം. തൻ്റെ ബുദ്ധി കൊണ്ട് അവൻ അതെല്ലാം സംരക്ഷിക്കണം. തൻ്റെ സമ്പത്തുകൊണ്ട് അവൻ തൻ്റെ രക്തവും അഭിമാനവും ദീനും സംരക്ഷിക്കണം. കുറച്ച് പൈസ കൊടുത്തിട്ടായാലും നിൻ്റെ ശരീരത്തിന് കേടുപാട് പറ്റാത്തൊരു കാര്യം, ഒരു നിലപാട് നിനക്കെടുക്കാൻ പറ്റുമോ? അതാണ് നീ ചെയ്യേണ്ടത്. നിൻ്റെ ആരോഗ്യത്തിന് കേടുവരും. പണം കൊടുത്താൽ നിൻ്റെ ആരോഗ്യവും ശരീരവും സംരക്ഷിക്കാമെങ്കിൽ പണം കൊടുത്തത് സംരക്ഷിക്കണം. അഭിമാനം അങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കുമോ? അങ്ങനെ സംരക്ഷിക്കണം. ദീൻ അങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കുമോ? അങ്ങനെ സംരക്ഷിക്കണം. നോക്കൂ നിങ്ങൾ, അതുപോലെയാണ് ഒരാൾ തൻ്റെ ശരീരം കൊണ്ടല്ല അല്പം മെനക്കെട്ടിട്ടാണെങ്കിലും ശരീരത്തിന് കുറച്ച് അധ്വാനമുണ്ടാകും, പ്രയാസമുണ്ടാകും. എങ്കിലും അഭിമാനം അവൻ സംരക്ഷിക്കണം. അഭിമാനത്തിനാണ് കൂടുതൽ മൂല്യമുള്ളത്. നോക്കൂ നിങ്ങൾ, ഇതെല്ലാം കൊടുത്തിട്ടായാലും ഇതെല്ലാം പകരം വെക്കേണ്ടി വന്നാലും നീ നിൻ്റെ ദീൻ കളഞ്ഞു കുളിക്കാൻ പാടില്ല. നിൻ്റെ ബുദ്ധി അതിന് പ്രയോഗിക്കണം. അതുപോലെ നിൻ്റെ സമ്പത്തോ രക്തമോ അഭിമാനമോ ഒന്നും നിനക്ക് അല്ലാഹുവിൻ്റെ ദീനിനേക്കാൾ വലുതായിരിക്കാൻ പാടില്ല. എന്നാൽ നോക്കൂ നിങ്ങൾ, മനുഷ്യൻ്റെ ഈ വക കാര്യങ്ങളെല്ലാം നശിപ്പിച്ച് കളയുന്നതാണ്. ഇതിലാദ്യത്തെ കാര്യം അവൻ്റെ ബുദ്ധി തന്നെ നശിപ്പിച്ച് കളയുന്ന കാര്യത്തിലേക്കൊരു മനുഷ്യൻ കാലെടുത്തു വെക്കുക എന്നത്. ആലോചിച്ചു നോക്കൂ, ഇന്നിതാ സമൂഹത്തിൽ എത്ര അനേകം തവണയാണ് നമ്മുടെ കുട്ടികൾ, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ലഹരിക്കും മദ്യത്തിനും മയക്കുമരുന്നിനുമെല്ലാം അടിമപ്പെട്ട വാർത്തകൾ, അതുകൊണ്ടുണ്ടാകുന്ന കേട്ടാൽ നമുക്ക് പ്രയാസം തോന്നുന്ന, നമ്മൾ തളർന്നു പോകുന്ന, നമ്മുടെ മനസ്സുകളെ മുറിപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ എത്രയാണ് പ്രിയമുള്ളവരെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അവൻ്റെ കിതാബിൽ പറയുകയുണ്ടായി, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംറി വൽ മൈസിർ ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون يا أيها الذين آمنوا ومؤمنين വിശ്വാസികളെ إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان മദ്യവും ചൂതാട്ടവും അതുപോലെ പ്രതിഷ്ഠകൾ, ആളുകൾ ആരാധിക്കുന്ന അല്ലാഹുവിന് പുറമെ ആരാധിക്കുന്ന പ്രതിഷ്ഠകളും പ്രശ്നക്കോലുകളുമെല്ലാം പിശാചിൻ്റെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളത് ഉപേക്ഷിക്കുക, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ശൈത്താൻ ഇതിലൂടെയെല്ലാം നിങ്ങൾക്കിടയിൽ വിദ്വേഷവും വെറുപ്പും ഇളക്കി വിടുവാനാണ് പരിശ്രമിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന്, നിസ്കാരത്തിൽ നിന്നെല്ലാം തടയാനാണ് ശൈത്താൻ ഇത് മുഖേന ശ്രമിക്കുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ, അതുകൊണ്ട് നിങ്ങൾ വിരമിക്കാൻ ഒരുക്കമുണ്ടോ, ഒഴിവാക്കാൻ ഒരുക്കമുണ്ടോ? സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതാ ലഹരി ഒരു സമൂഹത്തിലേക്ക് കടത്തിവിടുക എന്നത് ആ സമൂഹത്തെ തകർത്ത് കളയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്നാണ്. അവരുടെ ബുദ്ധിയും ചിന്തയും വിവേകവും സംസ്കാരവും മര്യാദയുമെല്ലാം അതിലൂടെ നശിച്ചു പോകും. അവൻ്റെ ദീനില്ലാതാകും, അവൻ്റെ സ്വഭാവ സവിശേഷത ഇല്ലാതായിത്തീരും. എന്നാൽ അതുകൊണ്ടാണ് നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ആയത്തിൽ മദ്യത്തിനടിമപ്പെട്ടവനെ അല്ലെങ്കിൽ മദ്യപാനത്തെ ചേർത്തു പറഞ്ഞത് ഏതു പ്രവർത്തനത്തോടാണ്? ബിംബങ്ങളോടൊപ്പം അല്ലാഹു ഖംറിനെ, ലഹരിയെ ചേർത്തു പറഞ്ഞത് നിങ്ങൾ നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ആശയം വരുന്നൊരു ഹദീസ് നമ്മെ പഠിപ്പിച്ചത് കാണാം. മൻ ലഖിയ അല്ലാഹ വഹുവ മുദ്മിനു ഖംറിൻ
ലഖിയഹു കആബിദി വസനിൻ. ആരെങ്കിലും അള്ളാഹുവിനെ ഒരു മുഴുക്കുടിയനായ നിലയിൽ ഒരുവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണ്, അവൻ കുടിച്ച് അങ്ങനെ ലഹരിക്കടിമപ്പെട്ടവനായിട്ടാണ് മരിച്ചതെങ്കിൽ അള്ളാഹുവിനെ അവൻ കാണുക കആബിദി വസനിൻ. ഒരു ബിംബാരാധകൻ, ഒരു ബിംബത്തിൻ്റെ അടിമ എങ്ങനെയാണോ റബ്ബിനെ കണ്ടുമുട്ടുക, അതുപോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു. നോക്കൂ നിങ്ങൾ, അവൻ അതിൻ്റെ അടിമയാണ്. ബിംബത്തിൻ്റെ അടിമയാണെങ്കിൽ ഇവൻ ഇതിൻ്റെ അടിമയാണ്. നോക്കൂ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇജ്തനിബുൽ ഖംറ ഫഇന്നഹു മിഫ്താഹു കുല്ലി ശർറിൻ. നിങ്ങൾ മദ്യം ഉപേക്ഷിക്കുക, അത് എല്ലാ ഷർറിൻ്റെയും സകല തിന്മയുടെയും താക്കോലാകുന്നു. എല്ലാ തിന്മകളിലേക്കും നയിക്കുന്ന കാര്യമാണ് ലഹരി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ആളുകൾക്കിടയിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, പണ്ട് കാലത്ത് ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന, നല്ലവനായി ജീവിച്ചിരുന്ന ഒരാൾ, അയാൾക്ക് മുന്നിൽ അയാളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് അയാളെ വഴിതെറ്റിക്കാനായി ഒരു പെണ്ണ് പ്രത്യക്ഷപ്പെട്ടു. അവൾ അയാളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അയാൾക്ക് മുന്നിൽ മൂന്നാലൊന്ന് സ്വീകരിച്ചാൽ മൂന്നാലൊരു കാര്യം സ്വീകരിക്കാതെ വഴിയില്ല എന്നൊരവസ്ഥയെത്തി. ഒരു പെണ്ണുണ്ട്, അവളുമായി വ്യഭിചരിക്കുക, നഊദു ബില്ലാഹ്, അല്ലെങ്കിൽ ഒരു കോപ്പ മദ്യം കുടിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയുണ്ട്, അവനെ കൊലപ്പെടുത്തുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ചിന്തിച്ചാൽ കൊലപാതകത്തെക്കാൾ വ്യഭിചാരത്തെക്കാൾ ഗൗരവവും കുറവും മദ്യപാനത്തിനാണ്. പക്ഷെ അതിൻ്റെ അപകടം നോക്കൂ. അദ്ദേഹം ആ ഒരു കോപ്പ കുടിച്ചു. അത് കുടിച്ചപ്പോൾ വീണ്ടും കുടിക്കാൻ അദ്ദേഹത്തിന് തോന്നി. വീണ്ടും ആവശ്യപ്പെട്ടു, വീണ്ടും കുടിച്ചു. അങ്ങനെ ലഹരി കടിമപ്പെട്ടപ്പോൾ അയാൾ ഈ പെണ്ണുമായി വ്യഭിചരിക്കുകയും ഈ കുട്ടിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. നഊദു ബില്ലാഹ്. ഇതാണ് മദ്യത്തിൻ്റെ അവസ്ഥ, ഇതാണ് ലഹരിയുടെ സ്ഥിതി. അത് നയിക്കാത്ത തിന്മകളില്ല, അതൊരുവനെ കൊണ്ടുപോകാത്ത അപകടങ്ങളില്ല എന്നാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത് കാണാം, ഫജ്തനിബുൽ ഖംറ ഫവല്ലാഹി ലാ യജ്തമിഉൽ ഈമാനു വഇദ്മാനുൽ ഖംറി ഫീ ഖൽബി റജുലിൻ ഇല്ലാ ഔശക അഹദുഹുമാ അൻ യുഖ്രിജ സാഹിബഹു. നിങ്ങൾ മദ്യം ഉപേക്ഷിക്കുക, നിങ്ങൾ ലഹരി ഉപേക്ഷിക്കുക. ഒരാളുടെ മനസ്സിൽ ഒരിക്കലും ഈമാനും മദ്യവും, ഒരാൾ മദ്യപാനിയായി മാറുക എന്നതും ഈമാനും അവൻ്റെ ഹൃദയത്തിൽ ഒരുമിച്ച് നിൽക്കാൻ സാധ്യത വളരെ കുറവാണ്. ഒന്ന് മറ്റൊന്നിനെ പുറത്താക്കി കളയുക തന്നെ ചെയ്യുമെന്നാണ്. അത് ഈമാനിനെ അങ്ങേയറ്റം ദുർബലമാക്കി കളയും. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. ഒരാൾ മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കുകയില്ല, ഒരാൾ മുഅ്മിനായിക്കൊണ്ട് മദ്യപിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരാൾ ഈ ലഹരിക്ക് അടിമപ്പെടുന്നതോടുകൂടി അവൻ തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ മക്കൾക്കും തൻ്റെ ചുറ്റുമുള്ളവർക്കും തൻ്റെ സമൂഹത്തിനുമെല്ലാം അപകടങ്ങളും അറ്റമില്ലാത്ത ആപത്തുകളും ഒരാൾ വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു അവൻ്റെ ആയത്തുകളിൽ പറഞ്ഞതുപോലെ, നേരത്തെ ഞാൻ ഓതിയ ആയത്തിൽ പറഞ്ഞതുപോലെ, അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് അള്ളാഹുവിനെ സ്മരിക്കുക, നീ നിൻ്റെ റബ്ബിനെ ഓർക്കുക എന്നതിൽ നിന്ന് ലഹരി നിന്നെ തെറ്റിച്ച് കളയുന്നു. അതുമാത്രം മതി സഹോദര, അതിൻ്റെ അപകടമായി. കാരണം അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നതാണ് എല്ലാ ഖൈറിൻ്റെയും അടിസ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്. തൻ്റെ റബ്ബിനെ സ്മരിക്കുന്നവൻ്റെയും റബ്ബിനെ ഓർമ്മയില്ലാത്തവൻ്റെയും ഉദാഹരണം ജീവിച്ചിരിക്കുന്നവൻ്റെയും മരിച്ചവൻ്റെയും ഉദാഹരണമാണ്. ഒന്ന് ജീവനുള്ളവനാണ്, മറ്റത് ചത്തുപോയവനാണ്. അവൻ്റെ ഹൃദയം ചത്തുപോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് ലഹരി ഒരാളെ തടസ്സപ്പെടുത്തുന്നു. അള്ളാഹുവിന് 5 നേരം സുജൂദ് ചെയ്യുക അവനെ ഏറെ നന്മകളിലേക്ക് നയിക്കുന്ന, തിന്മകളിൽ നിന്ന് തടയുന്ന കാര്യമാണ്. അതിൽ നിന്ന് ഒരാൾക്ക് തടസ്സമുണ്ടാക്കുന്നു എന്നതു മാത്രം മതിയാകും ഇതിൻ്റെ അപകടമായി നമുക്ക് മനസ്സിലാക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആളുകൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്നു, കുഴപ്പങ്ങൾ ഇളക്കി വിടുന്നു. അത് നോക്കൂ, മറ്റുള്ള തിന്മകളിലേക്ക്, മോഷണത്തിലേക്കും അതുപോലെ ബലാത്കാരങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കുമെല്ലാം നയിക്കുന്നു. അതുകൊണ്ട് ഒരാൾ ലഹരിയിലേക്ക് കാലെടുത്തു വച്ചാൽ അവൻ കുറ്റവാളികളുടെ കൂട്ടത്തിലേക്ക് പോകാൻ തൻ്റെ ഒന്നാമത്തെ കാൽപാദം എടുത്തു വച്ചിരിക്കുന്നു. നാട്ടിലെ മുജിരിമുകളുടെ, ക്രിമിനലുകളുടെ കൂടെ
പോയി ചേരാനുള്ള ആദ്യത്തെ പടി അവൻ ചവിട്ടി വച്ചിരിക്കുകയാണ്. അവനത് തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും. പ്രിയമുള്ളവരെ, കുട്ടികളെ, നിങ്ങളോട് ഇതൊന്ന് നുണഞ്ഞു നോക്കൂ, ഇതൊന്നല്പം രുചിച്ചു നോക്കൂ. നിനക്ക് നല്ല ധൈര്യം കിട്ടും, നിനക്ക് എന്തെന്നില്ലാത്ത സുഖം അനുഭവപ്പെടും എന്നെല്ലാം പറഞ്ഞ് നിങ്ങളുടെ കയ്യിലേക്ക് ഇത് വെച്ചു തരുന്നവൻ നിന്നെ കുറ്റവാളികളുടെ, നാട്ടിലറിയപ്പെട്ട കുപ്രസിദ്ധരായ ക്രിമിനലുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ കൂട്ടത്തിലേക്ക് നിനക്ക് പോകാനുള്ള ആദ്യത്തെ സഹായം നിനക്ക് ചെയ്തു തരികയാണ്. നിന്റെ കൈ അവൻ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള അനുജന്മാരെ, കുട്ടികളെ, അങ്ങനെയുള്ളവരെ നിങ്ങൾ സൂക്ഷിക്കണേ. ഒരിക്കലും അവർ നിങ്ങൾക്ക് നന്മ ഉദ്ദേശിക്കുന്നില്ല. അവർ നിങ്ങൾ അപകടത്തിൽപ്പെടുത്താൻ, നിങ്ങളെ കെണിയിൽപ്പെടുത്താൻ, നിങ്ങളുടെ റബ്ബിൽ നിന്ന് അകറ്റിക്കളയാൻ, സ്വർഗത്തിൽ നിന്ന് അകറ്റിക്കളയാൻ, നിങ്ങളുടെ കുടുംബവും സമൂഹവും എല്ലാം, നിങ്ങളുടെ കുടുംബവും കൂട്ടുമെല്ലാം നശിപ്പിച്ച് കളയാൻ, നിങ്ങളെ ബുദ്ധിയുള്ള ആളുകൾക്കിടയിൽ ഒരു വിലയുമില്ലാത്തവനായി മാറ്റിക്കളയാൻ, അതിനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പറഞ്ഞതുപോലെ, ഇന്നമാ യുരീദു ശൈത്താനു അയ്യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. ശൈത്താനാണ് അതിനു പിന്നിൽ, പിശാചാണ് അതിൻ്റെ പിന്നിൽ കെണിയൊരുക്കി നിങ്ങളെ കാത്തിരിക്കുന്നത്. ശത്രുത ഇളക്കിവിടാൻ, കുഴപ്പങ്ങൾ ഉണ്ടാക്കിവിടാൻ. ഒരുവൻ ലഹരിക്കടിമയായാൽ അതാ അവൻ്റെ ലജ്ജയില്ലാതായി പോവുകയാണ്. ലജ്ജയില്ല എങ്കിൽ പിന്നെ അവൻ തോന്നിയത് ചെയ്യും. നാണമില്ലെങ്കിൽ മനുഷ്യന് പിന്നെ എന്താണ് ചെയ്തുകൂടാത്തത്? അവൻ്റെ വിശുദ്ധിയെല്ലാം എടുത്തു നീക്കുകയാണ്. അവൻ്റെ ലൈംഗിക വിശുദ്ധി, അവൻ്റെ സാമ്പത്തിക വിശുദ്ധി, ഇതെല്ലാം ലഹരിയോടെ നീങ്ങിപ്പോകും. പിന്നെ അവൻ എന്തു ചെയ്തു എന്ന് നീ ചോദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അവൻ എന്തും ചെയ്യും. അവൻ്റെ സമ്പത്ത് അത് കോടികളുണ്ട് എങ്കിലും ഇതിനടിമപ്പെട്ടാൽ അത് നശിച്ചു പോകാൻ യാതൊരു പ്രയാസവുമില്ല. ആര് വേണമെങ്കിലും അവൻ കൊല്ലും. അതവൻ്റെ ഉമ്മയോ ഉപ്പയോ അവൻ്റെ സഹോദരങ്ങളോ അവൻ്റെ ഭാര്യയോ മക്കളോ ആരാകട്ടെ. എത്ര സന്തോഷത്തോടെ ഊഷ്മളമായി കഴിഞ്ഞുപോയിരുന്ന കുടുംബങ്ങളാണ് ഈ ലഹരി കാരണത്താൽ, മദ്യവും മയക്കുമരുന്നും കാരണത്താൽ തകർന്ന് ഛിന്ന ഭിന്നമായി പോയിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്ര നല്ല സ്നേഹത്തിൽ കഴിഞ്ഞുപോയിരുന്ന കുടുംബങ്ങളാണ് വിവാഹമോചനങ്ങളിൽ കലാശിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്ര നമുക്ക് ആലോചിക്കാനുണ്ട്. ഒരാളുടെ ധാർമ്മിക രോഷം, ഒരു മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകേണ്ട ധാർമ്മിക രോഷം എന്ന് പറയുന്നത് ലഹരിയിൽ അടിമപ്പെടുന്നതോടുകൂടി ഇല്ലാതായി പോകുന്നു. പിന്നെ അത് കിട്ടാൻ അവൻ ആരെ വേണമെങ്കിലും വിൽക്കും. അവനവൻ്റെ ഉമ്മയെയോ പെങ്ങളെയോ, അതല്ല അവൻ്റെ ഭാര്യയെയോ പെൺമക്കളെയോ ആരെ വിറ്റിട്ട് വേണമെങ്കിലും അവനത് വാങ്ങുന്ന അങ്ങേയറ്റം മൃഗങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അവനെത്തിച്ചേരും. ഇതിനടിമപ്പെട്ട ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇതിനിയും കിട്ടുക, പിന്നെ കിട്ടുക, ഇനിയും അവൻ്റെ അടങ്ങാത്ത ആർത്തിയായിരിക്കും അതിൻ്റെ പിന്നാലെ വരിക. ഒരിക്കലും അതിൻ്റെ കൊതി തീരുകയില്ല. അതേത് ഹറാമിൻ്റെയും സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഹറാമിൽ പ്രിയമുള്ളവരെ ഒരിക്കലും നിനക്ക് തൃപ്തി ഉണ്ടാവുകയില്ല. അതേത് ഹറാമാകട്ടെ, ഹറാം നിനക്ക് സംതൃപ്തി തരികയില്ല. അത് നീ ഒന്ന് കടിച്ചാൽ അടുത്തതിലേക്ക്, ഒന്ന് നുണഞ്ഞാൽ, ഒന്ന് അനുഭവിച്ചാൽ അടുത്തതിലേക്ക് ഇങ്ങനെ നിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അള്ളാഹു തൃപ്തി നിശ്ചയിച്ചിട്ടുള്ളത്, അള്ളാഹു സന്തോഷവും സൗഭാഗ്യവും നിശ്ചയിച്ചിട്ടുള്ളത് അവൻ അനുവദിച്ചതിൽ മാത്രമാണ്. അള്ളാഹു ഹലാലാക്കിയത് കൊണ്ടല്ലാതെ സഹോദര നിനക്ക് തൃപ്തി ഉണ്ടാവുകയില്ല. നീ വിചാരിക്കുന്നു നിൻ്റെ ആശ ഒന്ന് തീർത്ത് കളയാം, എൻ്റെ ലൈംഗിക അവയവത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ വയറ്റിൻ്റെ, എൻ്റെ മറ്റുള്ള ആശകൾ ഹറാമിലൂടെ ഒരു തവണ ഒന്ന് രുചിച്ചു നോക്കാമെന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ സഹോദര ഇല്ല, അതിൽ നിനക്കൊരിക്കലും തൃപ്തിയില്ല. അത് ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് തിന്മക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയുടെ ഭാഗമാണ്, തിന്മയുടെ ശിക്ഷയുടെ ഭാഗമാണ്. ഒരു തിന്മ അതിനേക്കാൾ വലിയ തിന്മയിലേക്ക് നയിക്കുമെന്നത് നന്മക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു അതിനേക്കാൾ വലിയ നന്മയിലേക്ക് ഒരു നന്മ മുഖേന നിന്നെ നയിക്കുമെന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ ആലോചിക്കുക. ഇതാ ഈ മയക്കുമരുന്നിനെല്ലാം ലഹരിക്കെല്ലാം അടിമപ്പെട്ട ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അതിനെയും കിട്ടിക്കൊണ്ടിരിക്കുക എന്നതല്ലാതെ മറ്റൊരാഗ്രഹവും അവനുണ്ടാവുകയില്ല. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ലക്ഷ്യവും അവൻ്റെ ജീവിതവും എല്ലാം പിന്നെ അതിനു വേണ്ടിയായിരിക്കും. ഒടുവിൽ അത് കിട്ടാതായാൽ എത്ര കണക്കുകളാണ് ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൻ്റെ അവസാനം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് വന്നിട്ടുള്ളത്. അവരിൽ എത്രയോ പേർ അവരുടെ ജീവിതം സ്വയം അവസാനിപ്പിക്കുകയായിരുന്നു, ആത്മഹത്യ ചെയ്യുകയായിരുന്നു, തൂങ്ങി മരിച്ചും ട്രെയിനിന് മുന്നിൽ ചാടിയും. അങ്ങനെ നോക്കൂ, അള്ളാഹുവിങ്കിൽ നരകം ശാശ്വതമാകാൻ കാരണമാകുന്ന അത്തരം അവസ്ഥയിലായിരിക്കും അവൻ മരിച്ചു പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ
ഒരാൾ ആത്മഹത്യ ചെയ്ത് റബ്ബിൻ്റെ അരികിലെത്തി. റബ്ബ് പറഞ്ഞു, ബാദറനി അബ്ദി ബിനഫ്സിഹി ഹറംതു അലൈഹിൽ ജന്ന. ബാദറനി അബ്ദി ബിനഫ്സിഹി, എൻ്റെ അടിമ ഇതാ അവൻ തിരക്ക് കൂട്ടി എൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. ഹറംതു അലൈഹിൽ ജന്ന, ഞാൻ അവൻ സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. നഊദു ബില്ലാഹ്. ഈ അവസ്ഥയിൽ ജീവിതം ഒടുക്കുന്ന ആളുകളിൽ ഈ ലഹരിക്ക് അടിമപ്പെട്ട എത്ര ആളുകളാണുള്ളത്. ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ളവരെ, പണം കൊടുത്ത് അവൻ ഭ്രാന്ത് വിലക്ക് വാങ്ങുകയാണ്. അവനവൻ്റെ കയ്യിലുള്ള പണം കൊടുത്ത് അവൻ തനിച്ച ഭ്രാന്ത് വിലക്ക് വാങ്ങുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, പഴയ കാലത്ത് ഒരുവൻ കള്ളു കുടിച്ചു വന്നാൽ വീട്ടിലുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവൻ അതിൻ്റെ ദുർഗന്ധം ആളുകൾക്ക്, പരിസരത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ മയക്കുമരുന്നും അതുപോലുള്ള ഇന്ന് ഓരോ ദിനവും പുതിയതായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ലഹരികൾ അത് തിരിച്ചറിയില്ലത്രേ. അവൻ്റെ വായിലും ചുണ്ടിനടിയിലുമെല്ലാം ഇത് തിരികെ നമ്മുടെ അരികിലിരുന്നാൽ നമുക്ക് മനസ്സിലാകില്ലത്രേ. നമ്മുടെ കുട്ടികൾ ഇതുമായി വന്ന് വീട്ടിലിരിക്കുന്നുണ്ടാവും. അവൻ വേറൊരു ലോകത്തായിരിക്കും. എന്നാൽ നമ്മുടെ വീട്ടിൽ, നമ്മുടെ തൊട്ടരികിൽ അവൻ ഇരിക്കുന്നുണ്ടാവും. നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അപകടമാണ്, എത്ര വലിയ ആപത്താണ് ആളുകളെ ബാധിച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. കുട്ടികൾക്ക് അവർക്ക് മിഠായികളിലും അതുപോലെ അവർക്കിഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലുമെല്ലാം ഇത് കലർത്തി കൊടുക്കുകയും എന്നിട്ട് അവരതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ചെറിയ മക്കൾ, ചെറിയ പ്രായത്തിലുള്ളവർ പൊതുവെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയാകട്ടെ വളരെ വളരെ കൂടുതലാണ്. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികൾ, നമ്മുടെ പെൺമക്കൾ, ഈ സമുദായത്തിലെ പെൺമക്കൾ പോലും ഇതിലകപ്പെട്ടു എന്ന എത്ര ഖേദപൂർവമായ വാർത്തയാണ്. നമ്മെ പ്രയാസപ്പെടുത്തുന്ന, നമ്മുടെ ഉറക്കം കെടുത്തുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ, ഇതൊന്നും ദൂരെ എവിടെയെങ്കിലും ഏതെങ്കിലും ദൂരെയുള്ള ഭൂഖണ്ഡത്തിൽ നടക്കുന്ന കാര്യമല്ല. എൻ്റെയും നിങ്ങളുടെയും മൂക്കിന് താഴെ, നമ്മുടെ ഈ നാട്ടിൽ, നമുക്ക് ചുറ്റും, നമ്മുടെ അയൽപക്കത്ത് എല്ലാം നടക്കുന്ന കാര്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞതെല്ലാം ഈ ലോകത്തെ പ്രയാസങ്ങളാണ് എങ്കിൽ, ലഹരി കൊണ്ട് ഈ ലോകത്തുണ്ടാകുന്ന പ്രയാസങ്ങളാണ് എങ്കിൽ, പരലോകത്തെ പ്രയാസം അത് ഏറ്റവും കടുത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ യദ്ഖുലുൽ ജന്നത മുദ്മിനു ഖംറിൻ, കുടിയനായ ഒരുവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടുന്ന് തന്നെ പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ്. ഇന്ന അലല്ലാഹി അസ്സ വജല്ല അഹ്ദൻ ലിമൻ യശ്റബുൽ മുസ്കിറ അൻ യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. ലഹരി കഴിക്കുന്ന ഒരുവനെ തീനത്തുൽ ഖബാലിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് അള്ളാഹു കരാറേറ്റിട്ടുള്ള കാര്യമാണ്. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ തീനത്തുൽ ഖബാൽ, എന്താണ് അള്ളാഹുവിൻ്റെ റസൂലെ തീനത്തുൽ ഖബാൽ എന്നാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഖു അഹ്ലിന്നാർ ഔ ഉസാറത്തു അഹ്ലിന്നാർ, നരകക്കാരുടെ വിയർപ്പും അവരുടെ ചലവും മറ്റുമാണ് തീനത്തുൽ ഖബാൽ എന്ന് പറയുന്നത്. അതിൽ നിന്ന് കുടിപ്പിക്കപ്പെടും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആലോചിച്ച് നോക്കൂ, എത്ര പരിതാപകരമായ, എത്ര സങ്കടകരമായ അവസ്ഥയാണ് പരലോകത്തവനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക. നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരാവുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി, ബാക്കിയുള്ള ജീവിതത്തിൽ നമ്മെ ഇതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ആരും നിർഭയരല്ല. ഒരാൾക്കും അവനവനെക്കുറിച്ച് ഉറപ്പ് പറയാനില്ല. അള്ളാഹുവിൻ്റെ കാവലല്ലാതെ നമുക്കില്ല. അവനവനെക്കുറിച്ച് അവനവന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മക്കൾക്ക് വേണ്ടി, മുസ്ലിം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. നിങ്ങൾ ദുആ ചെയ്യൂ. നീ നിൻ്റെ സഹോദരൻ്റെ മക്കൾക്ക് വേണ്ടി, നീ മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നത് അള്ളാഹു നിൻ്റെ മക്കളെ സംരക്ഷിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. കമാ തദീനു തുദാൻ, നീ എങ്ങനെയാണോ ആളുകളോട് നിലപാടെടുക്കുന്നത്, അതുപോലെയാണ് നിന്നോട് തിരിച്ചും നിലപാടുണ്ടാവുക. ഫഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ, നന്മക്കുള്ള പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് ആളുകളോട് നസീഹത്ത്, ഗുണകാംക്ഷ പുലർത്തുക. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെട്ട ആളുകൾ തിരിച്ചു വരികയും നന്നാവുകയും ചെയ്യണം. അവർ ഈ ഉമ്മത്തിന് ഉപകാരപ്പെടുന്ന, അവർക്ക് തന്നെ നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന ആളുകളാകണം എന്നാഗ്രഹം നമുക്കുണ്ടാവുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി ഏറ്റവും ആദ്യത്തെ പരിഗണനയോടെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. പ്രാർത്ഥനക്കാണ് ഏറ്റവും വലിയ
ഏറ്റവും വലിയ പരിഹാരം അതുകൊണ്ടാണ് ഉണ്ടാവുക. ഏറ്റവും വലിയ പരിഹാരം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിലൂടെയാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. പ്രിയമുള്ളവരെ, ഈ ലഹരിയുടെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നാം ഓരോരുത്തരും ഇതിനുള്ള പരിഹാരമായി എന്താണ് ഈ ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ദീനിൽ ഇതിനെല്ലാം പരിഹാരമാണുള്ളത്. അള്ളാഹുവിൻ്റെ ദീൻ ഒരാൾ അവൻ്റെ യഥാർത്ഥ ദീൻ പഠിക്കുന്നതിലൂടെ ഇത്തരം തിന്മകളിൽ നിന്ന് ഒരാൾ ദൂരെ മാറുകയാണ് ചെയ്യുക. ഒരിക്കലും യഥാർത്ഥ ദീൻ പഠിപ്പിക്കപ്പെടുക എന്നത്, അത് പഠിക്കുക എന്നത് തിന്മകൾ വ്യാപിക്കാൻ ഒരിക്കലും കാരണമാവുകയില്ല. അള്ളാഹുവിൻ്റെ ദീൻ, യഥാർത്ഥ ദീൻ യഥാവിധി പഠിക്കുക എന്നത് തിന്മകളിൽ നിന്ന് സമൂഹം അങ്ങേയറ്റം അകലാനും നന്മകൾ നിറഞ്ഞ സമൂഹമായി മാറാനുമാണ് അത് കാരണമാവുക. ഇസ്ലാമിൻ്റെ ചരിത്രം അതാണ്, ലോക ചരിത്രം അതാണ്. ലോകത്തെക്കാലത്തും അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദീൻ പഠിപ്പിക്കപ്പെട്ട ആളുകളിൽ ആ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി നന്മയാണ് നമ്മൾ കാണുക. തൗഹീദ് ഏറ്റവും പ്രധാനപ്പെട്ട നന്മയാണ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നത്. അതുപോലെ 5 നേരത്തെ നിസ്കാരങ്ങൾ ഏറ്റവും വലിയ നന്മയാണ്. സകാത്തും നോമ്പും ഹജ്ജുമെല്ലാം ഏറ്റവും വലിയ നന്മകളുടെ കൂട്ടത്തിലുള്ളതാണ്. മാതാപിതാക്കളെയും കുടുംബങ്ങളെയും സഹായിക്കുക, പാവങ്ങൾക്ക് ഭക്ഷണമേകുക, അവർക്ക് മരുന്നേകുക, അവർക്ക് വസ്ത്രങ്ങളേകുക, അവർക്ക് പാർപ്പിടമൊരുക്കുക. നോക്കൂ നിങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളിൽ ഈ ഉമ്മത്തിനെ പോലെ, മുസ്ലിം ഉമ്മത്തിനെ പോലെ നന്മകളിൽ മുന്നേറിയ മറ്റാരാണുള്ളത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നാൽ ഇസ്ലാമിൻ്റെ പേര് മാത്രം അവകാശപ്പെടുന്ന ആളുകൾ ഇതിൽ നിന്ന് പുറത്താണ് എന്നതിൽ സംശയമില്ല. അത് ഈ ദീനിൻ്റെ കുഴപ്പമല്ല, അത് അവർ പഠിച്ച മാർഗത്തിൻ്റെ കുഴപ്പമാണ്. അതല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ പഠിച്ചിട്ടില്ല എന്നതിൻ്റെ പ്രശ്നമാണത്. സഹോദരങ്ങളെ, ഇതാ ഈ ലഹരിയുടെ കാര്യം നമ്മൾ ആലോചിച്ചാൽ ആദ്യം നമ്മൾ ഓരോരുത്തരും അവനവനെക്കുറിച്ച് ആലോചിക്കുക. നീ ആഫിയത്തിലാണോ? നീ അതുപോലുള്ള ലഹരി ഇതുവരെ നുണഞ്ഞു നോക്കിയിട്ടില്ലേ? നീ അതിൻ്റെ അടിമയായി പോയിട്ടില്ലേ? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുക. അള്ളാഹുവിനെ സ്തുതിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തുടക്കം നീ സൂക്ഷിക്കുക. ഒരിക്കലും അതിൽ ആദ്യത്തെ കാലെടുത്ത് വെച്ചു പോകുന്നത് നീ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഒന്ന് നുണഞ്ഞു നോക്കാം, ഒന്ന് രുചിച്ചു നോക്കാം എന്ന് വിചാരിക്കുന്നതിലാണ്, അതിൻ്റെ പിന്നിലാണ് വലിയ അപകടങ്ങൾ കാത്തിരിക്കുന്നത്. ഇനി സഹോദരങ്ങളെ, ആരെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളിൽ വീണുപോയിട്ടുണ്ട് എങ്കിൽ, അവൻ്റെ ബോധം നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ, അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ അള്ളാഹുവിനോട് സഹായം തേടുക, അള്ളാഹുവിനോട് സഹായം തേടുക. രക്ഷിതാക്കളെ, മാതാപിതാക്കളെ, മുതിർന്നവരെ, കുട്ടികളെ, നമ്മുടെ ഇളം തലമുറയെ, അവരെ നോക്കുക. അവരുടെ കൂട്ടുകാരുമായിട്ടാണ് എന്നത് ശ്രദ്ധിക്കുക. സമൂഹത്തിൽ പണമുള്ളവരും സ്വാധീനമുള്ളവരും അധികാരമുള്ളവരുമെല്ലാം അവർക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾ നന്നാക്കുക. ഒരുപാട് മുസ്ലിമീങ്ങൾ എത്രയോ സ്കൂളുകളും കോളേജുകളുമെല്ലാം കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാമുള്ള ദീനിയായ നിലവാരം വളരെ പരിതാപകരമാണ്. അങ്ങേയറ്റം മോശക്കാരായ ആളുകളായി അവിടെയുള്ള കുട്ടികൾ മാറുന്ന അവസ്ഥയുണ്ട്, ഇവരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട്. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കാതെ പോകരുത്, വളരെയധികം ശ്രദ്ധിക്കുക. ആൺകുട്ടികളെ, പെൺകുട്ടികളെ ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പാഠങ്ങൾ അവരെ പഠിപ്പിക്കുക. ഈ ദീനിൻ്റെ അദബുകൾ, ഈ ദീനിൻ്റെ മര്യാദകൾ, ആണും പെണ്ണും എങ്ങനെ ഇടകലരണം, ആണും പെണ്ണും ഒരു സ്ഥലത്ത് എങ്ങനെയാണ് അവർ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട മര്യാദ, എങ്ങനെയാണ് അവർ തമ്മിൽ ഇടകലരാൻ പാടുണ്ടോ? പാടില്ല എന്നതാണ് ഈ ദീനിലെ നിയമം. അതുപോലെ അവർ തമ്മിൽ പാലിച്ചിരിക്കേണ്ട മര്യാദകൾ, ആരൊക്കെ കൂട്ടുകാരായി വെക്കണം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, നമ്മുടെ കുട്ടികൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ വക കാര്യങ്ങളെല്ലാം നോക്കൂ. ഇത്തരം സ്വാധീനമുള്ള, അധികാരമുള്ള, പണവും സൗകര്യവുമൊക്കെ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് കൂടുതൽ ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാം കൂട്ടുകാരും പരിചയത്തിലുള്ളവരും കുടുംബക്കാരും എല്ലാവരുമുണ്ട്. ഇവരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീണുപോയിട്ടുള്ള ആളുകളെ, അവരെ മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുക, ആത്മാർത്ഥമായി പരിശ്രമിക്കുക. നമ്മുടെ മുൻഗാമികളിൽ നമുക്കതിന് മാതൃകയുണ്ട്. നോക്കൂ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക്
പല സന്ദർഭങ്ങളിലായി വന്നുകൊണ്ടിരുന്ന ശക്തനായ ഇസ്ലാമിന് വേണ്ടി പോരാടുകയൊക്കെ ചെയ്തിരുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെ ഇടക്കാലത്ത് അദ്ദേഹത്തെ കാണാതെയായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളുകളോട് ചോദിച്ചു, എന്താണ് ഇദ്ദേഹത്തെ കാണാനില്ലല്ലോ, എവിടെ പോയി അദ്ദേഹം? അവർ പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ യുതാബിഉ ഫി ഹാദ ശറാബ്. അമീർ അൽ മുഅ്മിനീൻ, അദ്ദേഹം ഇപ്പോൾ മദ്യപാനം ആരംഭിച്ചിട്ടുണ്ട്, ആൾ മദ്യത്തിൻ്റെ ലഹരിയിൽ പെട്ടുപോയിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതറിഞ്ഞപ്പോൾ എന്തു ചെയ്തു? ഫദഅ ഉമറു കാതിബ. ഉമർ തൻ്റെ കത്തെഴുതുന്ന ആളെ വിളിച്ചു, എഴുത്തുകാരനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുതുക. അദ്ദേഹത്തിന് കത്തെഴുതുകയാണ്. മിൻ ഉമർ ഇബ്നുൽ ഖത്താബ് ഇലാ ഫുലാൻ ഇബ്നു ഫുലാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് ഇതാ ഇന്നയാൾക്ക് എഴുതുന്ന കത്ത്. സലാമുൻ അലൈക് അമ്മ ബഅദു ഫഇന്നി അഹ്മദുല്ലാഹ الذي لا إله فإني أحمد إليك الله الذي لا إله إلا هو غافر الذنب وقابل التوب شديد العقاب ذو الطول لا إله إلا هو إليه المصير. സൂറത്തു ഗാഫിറിലെ ആദ്യത്തെ ആയത്തുകളുടെ വചനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് എഴുതുകയുണ്ടായി. സലാം പറഞ്ഞതിന് ശേഷം, എനിക്ക് സുഖമാണെന്ന് ഞാൻ നിന്നെ അറിയിക്കുന്നു. അള്ളാഹുവിനാണ് സ്തുതി. غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. പാപങ്ങൾ പൊറുക്കുന്ന, തൗബ സ്വീകരിക്കുന്ന, കഠിനമായി ശിക്ഷിക്കുന്ന, എല്ലാ അനുഗ്രഹങ്ങളുമുള്ളവൻ, അവനല്ലാതെ ആരാധനക്കർഹനില്ല, അവനിലേക്കാണ് മടക്കം. ഈ കത്തെഴുതുകയും ഉമർ കൂടെയുള്ള ആളുകളോട് പറയുകയും ചെയ്തു, ഉദ്ഉല്ലാഹ ലി അഖീകും അൻ യുഖ്ബില ബിഖൽബിഹി വഅൻ യതൂബ അല്ലാഹു അലൈഹി. നിങ്ങൾ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ ഹൃദയം റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചു കൊണ്ടുവരട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് തൗബക്ക് അവസരം നൽകട്ടെ. അദ്ദേഹത്തിന് ഈ കത്ത് ലഭിച്ചപ്പോൾ അദ്ദേഹം അത് ആവർത്തിച്ചു വായിച്ചു കൊണ്ടിരുന്നു. ആവർത്തിച്ച് വായിക്കുകയും അദ്ദേഹം കരയുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഗാഫിറു ദംബി വഖാബിലു തൗബി ശദീദുൽ ഇഖാബ്. അള്ളാഹുവിൻ്റെ ഈ വിശേഷണങ്ങൾ, അവൻ തൗബ സ്വീകരിക്കുന്നവനാണ്, പാപം പൊറുക്കുന്നവനാണ്, എന്നാൽ അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഖദ് ഹദ്ദറനി ഉഖൂബതഹു വവഅദനി അൻ യഗ്ഫിറ ലി. ഇതാ അവൻ്റെ ശിക്ഷയെക്കുറിച്ച് എനിക്ക് താക്കീത് നൽകുകയും അവൻ്റെ പാപമോചനത്തെക്കുറിച്ച് വാഗ്ദാനമേകുകയും ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹം അത് തൗബ ചെയ്യുകയും ആ തിന്മ ഉപേക്ഷിക്കുകയും ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഈ വിവരം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാകദാ ഫസ്നഉ. ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇദാ റഅയ്തും അഖാകും സല്ല സല്ലതൻ. നിങ്ങളുടെ ഒരു സഹോദരൻ ഒരു പാളിച്ച പറ്റിയെന്ന് കണ്ടാൽ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫസദ്ദിദൂ, അയാളെ നിങ്ങൾ നേരെയാക്കാൻ ശ്രമിക്കുക. വഫിഖൂ, അദ്ദേഹത്തെ നന്മയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. വജ്ഉല്ലാഹ ലഹു അൻ യതൂബ അലൈഹി, അള്ളാഹുവിനോട് നിങ്ങൾ അദ്ദേഹത്തെ നന്നാക്കാൻ, അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് തൗബക്ക് അവസരം നൽകാൻ പ്രാർത്ഥിക്കുക. വലാ തകൂനു അഅവാനൻ ലിശൈത്താനി അലൈഹി, വലാ തകൂനു അഅവാനൻ ലിശൈത്താനി അലൈഹി. അദ്ദേഹത്തിനെതിരിൽ പിശാചിൻ്റെ സഹായികളായി നിങ്ങൾ മാറരുത്. എന്ന് പറഞ്ഞാൽ, ഒരാൾ ഒരു തിന്മയിൽ കാലെടുത്തു വെച്ചു എന്ന് കേട്ടാൽ അവനെ അതിൽ കൂടുതൽ ആഴ്ത്തിക്കളയുന്ന രൂപത്തിൽ നിങ്ങൾ പെരുമാറരുത്. അവനെ നന്നാക്കാൻ എന്തുണ്ട് മാർഗം? ഉപദേശങ്ങളിലൂടെ, സതുപദേശങ്ങളിലൂടെ, നല്ല വർത്തമാനങ്ങളിലൂടെ, തക്കീതുകളിലൂടെ എന്താണോ പ്രയോജനപ്പെടുക, ആ മാർഗം നന്നായി ആലോചിക്കുകയും ആ രൂപത്തിൽ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഉമ്മത്തിനെ എല്ലാ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാ ഏറ്റവും ശ്രേഷ്ഠമായ രാവുകൾ വരാനിരിക്കുകയാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന റമദാനിൻ്റെ അവസാനത്തെ രാവുകൾ. ഇഅ്തികാഫുകളിൽ, അള്ളാഹുവിനുള്ള ദിക്റുകളിൽ, ഖുർആൻ പാരായണത്തിൽ, രാത്രി നിസ്കാരങ്ങളിൽ മുഴുകാൻ, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ, അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ലൈലത്തുൽ ഖദറിൻ്റെ ശ്രേഷ്ഠത ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في غزة وفي فلسطين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. وصلى الله وسلم على نبينا محمد.